പെയ്തതോടെ വാടാനം കുരിശിലൂടെയുള്ള വാഹനയാത്ര ദുരിതത്തിലായി. പട്ടാമ്പി കുളപ്പുള്ളിപ്പാത നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട ഭാഗത്താണ് വെള്ളക്കെട്ടും ചളിയും രൂപപ്പെട്ടത്. പട്ടാമ്പി കുളപ്പുള്ളിപ്പാത നവീകരണത്തിന്റെ ഭാഗമായാണ് വാടാനംകുറിശി സ്കൂളിന് മുന്നിലൂടെയുള്ള റോഡ് പൊളിച്ചത്. മഴ പെയ്തതോടെ ഈ ഭാഗത്തുകൂടെയുള്ള വാഹനയാത്രയാണ് ഇപ്പോൾ ദുസ്സഹമായിരിക്കുന്നത്. രാത്രിയിൽ കാര്യമായി മഴ പെയ്തതോടെ പൊളിച്ചിട്ട പാതയിൽ വലിയ വെള്ളക്കെട്ടുകളും ചളിക്കെട്ടും രൂപപ്പെട്ടു. ഇതോടെ പാതയിലൂടെയുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഏറെ പ്രയാസം. രാവിലെ മുതൽ വലിയ ഗതാഗതക്കുരുക്കും ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഇവിടുത്തെ നവീകരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തികൾ നടക്കുന്നത്. ഇനി വെള്ളക്കെട്ട് മാറിയതിനു ശേഷം മാത്രമേ പ്രവൃത്തി നടത്താൻ കഴിയുകയുള്ളൂ. അതേസമയം IPT മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള ഭാഗത്ത് 80% ആദ്യഘട്ട റോഡ് നവീകരണം പൂർത്തിയായി. വീതി കൂടിയ റബ്ബറൈസ്ഡ് പാതയിലൂടെ വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ കഴിയുന്നുണ്ട്. 60 കോടി രൂപ ചിലവിലാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPD കോളേജ് വരെയുള്ള റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.